ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് സുബ്രഹ്മണ്യൻ. ജനനശേഷം മലർന്നു കിടന്നു കരഞ്ഞ സുബ്രഹ്മണ്യനെ അതുവഴി പോയ 6 ദിവ്യകൃത്യമാർ കണ്ടു. അവർ കുഞ്ഞിനെ മുലയൂട്ടാനായി തർക്കിച്ചു. അതുകണ്ട് കുട്ടി 6 കൃത്യമാരെയും മാറി മാറി നോക്കി. അപ്പോൾ കുഞ്ഞിന് 6 തലകൾ ഉണ്ടായി. 6 തലകൾ ഷൺമുഖൻ എന്ന പേരും നേടിക്കൊടുത്തു. കൃത്തികമാർ മുല കൊടുത്തു വളർത്തിയതിനാൽ ആ കുട്ടി കാർത്തികേയനായി. ജനനത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്ക് ഉത്തരവാദിയായവരുടെയെല്ലാം മകനായി സുബ്രഹ്മണ്യൻ മാറി. വിവിധ പേരുകളും സിദ്ധിച്ചു. സുബ്രഹ്മണ്യൻ യോഗബലത്താൽ കുമാരൻ, വിശാഖൻ, ശാഖൻ, നൈകമേയൻ എന്നീ പേരുകളിൽ 4 ശരീരം സ്വീകരിച്ചു. ഗുഹൻ എന്ന പേരിൽ ശിവന്റെയും, സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും, മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും, കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും, ശരവണൻ എന്ന പേരിൽ ശരവണത്തിന്റെയും, കാർത്തികേയൻ എന്ന പേരിൽ കൃത്തികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യൻ അറിയപ്പെട്ടു. സുബ്രഹ്മണ്യന് 2 ഭാര്യമാരുള്ളതായും വിശ്വാസമുണ്ട്. വള്ളി, ദേവയാനി എന്നിവരാണവർ. ഇതിൽ വള്ളിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവരുടെ സ്നേഹം മുരുകൻ പരീക്ഷിച്ചതായും പുരാണങ്ങൾ പറയുന്നു. എന്നാൽ മുരുകൻ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചിരുന്നുവെന്നും ചില ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു.